ബാബ ഇന്ന് ഏത് കാര്യത്തിലാണ് ഫാദറിനെ ഫോളോ ചെയ്യേണ്ടത് എന്നത് കേൾപ്പിക്കുന്നു. എല്ലാ ദുഃഖങ്ങളും അകന്നുപോകുന്നതിന് ഏതൊരു സന്ദേശം നൽകണമെന്ന് ബാബ ഇന്ന് കേൾപ്പിക്കുന്നു. സ്നേഹസാഗരമായ ബാബയുടെ മധുര മഹാവാക്യങ്ങൾ കേൾക്കാം. ഓം ശാന്തി. 15/8/26 പ്രഭാതമുരളി ബാബ്ദാദ മധുബൻ. മധുരമായ കുട്ടികളെ, എല്ലാവർക്കും ഈ സന്ദേശം നൽകൂ. ദേഹസഹിതം ദേഹത്തിൻ്റെ എല്ലാ ധർമ്മങ്ങളെയും മറന്ന് സ്വയം ആത്മാവാണ് എന്ന് മനസ്സിലാക്കൂ. എങ്കിൽ സർവ്വ ദുഃഖങ്ങളും അകന്നു പോകും. ചോദ്യം: കുട്ടികളായ നിങ്ങൾക്ക് ഏത് കാര്യത്തിൽ ഫാദറിനെ ഫോളോ ചെയ്യേണ്ടതുണ്ട്? ഉത്തരം: ഈ ബ്രഹ്മാവ് തൻ്റെ സർവ്വതും ഈശ്വരാർപ്പണം ചെയ്തു പൂർണ്ണമായും ട്രസ്റ്റിയായി. അതേപോലെ ട്രസ്റ്റിയായി ഇരിക്കൂ. ഒരിക്കലും തലകീഴായ ചിലവ് ചെയ്ത് പാപ ആത്മാക്കൾക്ക് നൽകാൻ പാടില്ല. തൻ്റെ സർവ്വതും ഈശ്വരീയ സേവനത്തിൽ വിനിയോഗിക്കൂ. പൂർണ്ണമായും ട്രസ്റ്റിയാകൂ. ബാബയുടെ ശ്രീമത്ത് അനുസരിച്ച് നടന്നുകൊണ്ടിരിക്കൂ. ഏത് കുട്ടി എത്ര ശ്രീമത്തനുസരിച്ച് നടക്കുന്നു എന്ന് ബാബ നോക്കുന്നു. ഗീതം: നീ സ്നേഹത്തിൻ്റെ സാഗരമാണ്. ഓം ശാന്തി. കുട്ടികൾ ഗീതം കേട്ടു. പറയുന്നു: ബാബ, നമ്മൾ എവിടെ നിന്നും വന്നു, എപ്പോൾ വന്നു, പിന്നെ തിരിച്ച് പോകുന്നതിനുള്ള വഴി എങ്ങനെ മറന്നു? ഈ ഡ്രാമ കാതുകളിൽ മനസ്സിലാക്കിച്ചു തന്നാലും നമ്മൾ ആരാണ്, എവിടെ നിന്നും വന്നു, പിന്നെ എവിടേക്ക് പോയി? ഒരു ജ്ഞാനത്തിൻ്റെ തുള്ളി തരൂ. കാരണം ജ്ഞാനസാഗരമാണല്ലോ. ഇപ്പോൾ കുട്ടികൾക്കറിയാം നമ്മൾ ആത്മാക്കൾ എവിടെ വസിക്കുന്നവരാണ്. പിന്നെ ബാബയെയും തൻ്റെ സ്വർഗത്തെയും എങ്ങനെ മറന്നു, എങ്ങനെ വന്ന് ഇവിടെ ദുഃഖിതരായി? ഈ രഹസ്യം കാതുകളിൽ കേൾപ്പിക്കൂ. ബാബ ജ്ഞാനത്തിൻ്റെ സാഗരവുമാണ്, പവിത്രതയുടെ സാഗരവുമാണ്, സ്നേഹത്തിൻ്റെ സാഗരവുമാണ്, ശാന്തിയുടെ, സുഖത്തിൻ്റെ, സമ്പത്തിൻ്റെ സാഗരവുമാണ്. ഇപ്പോൾ പരിധിയില്ലാത്ത ബാബയിലൂടെ ഈ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കുന്നു. ആദിയിൽ എവിടെ നിന്ന് വന്നു, പിന്നെ നമ്മൾ വഴി മറന്ന് ദുഃഖിതരാകും വിധം മധ്യത്തിൽ എന്തുണ്ടായി? പിന്നെ ഇപ്പോൾ ബാബയോട് പറയുന്നു: ബാബ, നമുക്ക് വഴി പറഞ്ഞു തരൂ. നമ്മൾ നമ്മുടെ സുഖധാമത്തിലേക്കും ശാന്തിധാമത്തിലേക്കും പോകട്ടെ. ബാബ തന്നെയാണ് ഇരുന്ന് പറഞ്ഞു തരുന്നത്. നിങ്ങൾ ആദിയിൽ ആരായിരുന്നു, പിന്നെ മധ്യത്തിൽ എന്തുണ്ടായി എന്ന്. ഭക്തിമാർഗം എങ്ങനെ ആരംഭിച്ചു, അന്തിമത്തിൽ എന്തുണ്ടായി? ഈ ആദിമധ്യ അന്ത്യത്തിൻ്റെ രഹസ്യം ഇപ്പോൾ ബുദ്ധിയിലിരിക്കുന്നു. ഇത് ഡ്രാമയാണല്ലോ. ഇത് മനുഷ്യർ തീർച്ചയായും അറിയേണ്ടതാണ്. കാരണം ആക്ടേഴ്സാണ്. നമ്മൾ ആത്മാക്കൾ നിരാകാരി ശാന്തിധാമത്തിൽ നിന്നും വരുന്നു. ഇവിടെ ടോക്കി ധാമത്തിൽ എന്നത് അറിയുന്നു. മൂലവതനം, സൂക്ഷ്മവതനം, പിന്നെ ഇതാണ് സ്ഥൂലവതനം. പിന്നെ മൂലവതനത്തിൽ നിന്നും ആത്മാക്കൾ ടോക്കി ധാമത്തിലേക്ക് വരുന്നു. ശരീരം ധാരണ ചെയ്ത് പാട്ട് അഭിനയിക്കാൻ. ആത്മാവിൻ്റെ നിവാസസ്ഥാനം ശാന്തിധാമമാണ്. ഈ കാര്യങ്ങൾ ലോകത്തിൽ ആരും അറിയുന്നില്ല. ഇത് ജ്ഞാനസാഗരമായ ബാബ തന്നെയാണ് വന്ന് മനസ്സിലാക്കിച്ചത്. ഇപ്പോൾ മനസ്സിലാക്കിച്ചു തരുന്നു. ജ്ഞാനസാഗരം എന്ന് പറയുന്നത് പാരലൗകിക പരംപിത പരമാത്മാവിനെയാണ്. മനുഷ്യനെ പറയുവാൻ സാധിക്കില്ല. ഈ മഹിമ കേവലം ഒരു ബാബയുടേതാണ് പാടപ്പെടുന്നത്. ആ ഒന്നിനെ ആരും അറിയുന്നില്ല. ഇപ്പോൾ വിനാശത്തിൻ്റെ സമയമാണ്. വിനാശകാലെ വിപരീത ബുദ്ധി യൂറോപ്പ് വാസി എന്ന് പാടപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ ബാബ നിങ്ങളുടെ ബുദ്ധിയോഗം തന്നോട് ചേർത്തിരിക്കുന്നു. എന്നെ മാത്രം ഓർമ്മിക്കൂ. ഞാൻ മുസൽമാനാണ്, ഹിന്ദുവാണ്, ബൗദ്ധനാണ്. ഇതെല്ലാം ദേഹത്തിൻ്റെ ധർമ്മമാണ്. ആത്മാവ് ആത്മാവ് തന്നെയാണ്. ബാബ മനസ്സിലാക്കിച്ചു തരുന്നു.
ദേഹത്തിൻ്റെ എല്ലാ ധർമ്മവും ഉപേക്ഷിച്ച് സ്വയം ആത്മാവാണ് എന്ന് മനസ്സിലാക്കി പിതാവായ എന്നെ ഓർമ്മിക്കുകയാണെങ്കിൽ പതീതത്തിൽ നിന്നും പാവനമാകും. ബാബു പറയുന്നു, ഈ ദേഹത്തെയും മറക്കൂ. ഇത് സർവർക്കും വേണ്ടിയുള്ള ബാബയുടെ സന്ദേശമാണ്. ദേഹസഹിതം ദേഹത്തിൻ്റെ ഏതെല്ലാം സംബന്ധങ്ങളുണ്ടോ എല്ലാം മറക്കൂ. ഞാൻ ആത്മാവാണ്. ബ്രദേഴ്സായ നമ്മുടെ എല്ലാം അച്ഛൻ ഒന്നാണ്. ഈ ബ്രഹ്മാവും പറയും ഞാൻ ആത്മാവാണ്. അപ്പോൾ എല്ലാവരും സഹോദരങ്ങളായി. ഈ സമയം എല്ലാ സഹോദരങ്ങളും പതീതരും ദുഃഖിതരുമാണ്. എല്ലാവരും കാമചിതയിൽ കയറി ഭസ്മമായിരിക്കുന്നു. എപ്പോൾ ദ്വാപരയുടെ ആദിയിൽ രാവണ രാജ്യം ആരംഭിക്കുന്നത്, അപ്പോൾ പിന്നെ നിങ്ങൾ വാമമാർഗത്തിലേക്ക് പോകുന്നു. അപ്പോൾ തന്നെയാണ് മറ്റ് ധർമ്മങ്ങൾ ആരംഭിക്കുന്നത്. പകുതി സമയം നിങ്ങൾ പവിത്രമായി കഴിയുന്നു, പിന്നെ പകുതിയിൽ നിങ്ങൾ പതീതമാകുന്നു. 21 ജന്മം എന്നത് ഭാരതത്തിൽ തന്നെയാണ് പാടപ്പെടുന്നത്. കുമാരി എന്നാൽ 21 കുലത്തെ ഉദ്ധരിക്കുന്നവർ. കുമാരിക്ക് മാന്യതയുണ്ട്. നിങ്ങൾ ഭാരതത്തെ എന്നല്ല മുഴുവൻ ലോകത്തെയും ഉദ്ധരിക്കുകയാണ്. നിങ്ങൾക്കറിയാം, നമ്മളെല്ലാ ആത്മാക്കളും ശിവബാബയുടെ കുട്ടികളാണ്. അപ്പോൾ കുമാരന്മാരുമുണ്ട്. സഹോദരി സഹോദരൻ ആകുന്നത് പ്രജാപിത ബ്രഹ്മാവിൻ്റെ സന്താനം ആകുമ്പോഴാണ്. കുട്ടികളായ നിങ്ങൾക്ക് ഈ ജ്ഞാനമുണ്ട്. ആത്മാക്കളായ നമ്മളെല്ലാം സഹോദരങ്ങളാണ്. എല്ലാവരും ബാബയെ വിളിക്കുന്നു, ഹേ പതീത പാവന വരൂ. ഇവിടെ രാവണ രാജ്യത്തിൽ നിന്നും ദുഃഖത്തിൽ നിന്നും നമ്മളെ ലിബറേറ്റ് ചെയ്യൂ. പിന്നെ നമ്മുടെ ഗൈഡായി നമ്മളെ തിരികെ കൊണ്ടുപോകൂ. നമ്മുടെ ദുഃഖം ഹരിക്കൂ, സുഖം നൽകൂ. ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്, തീർച്ചയായും ബാബ വന്നു കഴിഞ്ഞു. നമ്മളെ ഈ കലിയുഗി രാവണ രാജ്യത്തിൽ നിന്നും മോചിപ്പിച്ച് കൂടെ കൊണ്ടുപോകും. ബാബയ്ക്കറിയാം, എല്ലാ ആത്മാക്കളും പതീതമാണ്. അതിനാൽ ശരീരവും പതീതമാണ്. ആത്മാവിനെ തന്നെയാണ് പാവനമാക്കി നിർവാണധാമത്തിലേക്ക് കൊണ്ടുപോകുന്നത്. പാസ്റ്റിൽ നിന്നും പ്രസന്റ്, പിന്നെ ഫ്യൂച്ചർ ഉണ്ടാകും. ആദി, മധ്യ, അന്ത്യം, പിന്നെ ആദി. സത്യയുഗം ആദി, കലിയുഗം അന്ത്യം, പിന്നെ ഫ്യൂച്ചർ ആകുന്നത് സത്യയുഗമാണ്. ഇത് സഹജമാണല്ലോ. ശരി, ഇടയിൽ എന്ത് സംഭവിച്ചു? നമ്മൾ എങ്ങനെ വീണു? നമ്മൾ പാവന ദേവതയായിരുന്നു. പിന്നെ പാവനത്തിൽ നിന്നും എങ്ങനെ പതീതമായി? ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുന്നു, ബാബ മനസ്സിലാക്കിച്ചു തരുന്നു. എപ്പോൾ രാവണ രാജ്യം ആരംഭിക്കുന്നു, അപ്പോൾ നിങ്ങൾ പതീതമാകുന്നു. ഇപ്പോൾ വീണ്ടും നിങ്ങളെ ഭാവിയിലെ ദേവതയാക്കാൻ വന്നിരിക്കുന്നു. ഇതിൽ ഡിഫിക്കൽറ്റിയുടെ ഒരു കാര്യവും ഇല്ല. ബാബ പറയുന്നു, നിങ്ങളെ ഈ വിഷയസാഗരത്തിൽ നിന്നും മറുതീരത്ത് കൊണ്ടുപോകുന്നു. എൻ്റെ തോണിയെ അക്കരെ എത്തിക്കൂ എന്ന് പാടുന്നുമുണ്ട്. എല്ലാവരും ഒരു ബാബയെ വിളിക്കുന്നു. നമ്മുടെ മുങ്ങിപ്പോയ തോണിയെ ക്ഷീരസാഗരത്തിലേക്ക് കൊണ്ടുപോകൂ. ആ ഒന്നിനെ തോണിക്കാരൻ, പൂന്തോട്ടക്കാരൻ എന്നും പറയുന്നു. ഇപ്പോൾ മുള്ളുകളുടെ കാട്ടിൽ കിടക്കുകയാണ്. നമ്മളെ വീണ്ടും പുഷ്പങ്ങളുടെ പൂന്തോട്ടത്തിലേക്ക് കൊണ്ടുപോകൂ. ദേവതമാർ പുഷ്പമാണല്ലോ. ഇപ്പോൾ എല്ലാവരും മുള്ളുകളാണ്. പരസ്പരം ദുഃഖം തന്നെയാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. ദേവതമാർ ഒരിക്കലും ആർക്കും ദുഃഖം നൽകുന്നില്ല. അവിടെയാണെങ്കിൽ സുഖം തന്നെ സുഖമാണ്. അവരാകട്ടെ കേവലം പാടുന്നു. നിങ്ങൾ ഇവിടെ പ്രാക്ടിക്കലായി കേട്ടുകൊണ്ടിരിക്കുന്നു. പറയുന്നുവല്ലോ, ബാബ, നമ്മൾ എവിടെ മുതലാണ് മറന്നത്? ഈ സൃഷ്ടിചക്രത്തെ നമ്മൾ എങ്ങനെ മറന്നു? സത്യത്രേത യുഗങ്ങളിൽ ഇതറിയുന്നില്ല. കാരണം അവിടെയാണെങ്കിൽ നമ്മൾ സുഖമുള്ളവരായിരുന്നു. പിന്നെ ദുഃഖിതരായത് എപ്പോഴാണ്? രാവണ രാജ്യം ആരംഭിച്ചപ്പോൾ. ഭാരതവാസികൾ രാവണനെ കത്തിച്ചുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ വിനാശം ഉണ്ടാകാത്തതുവരെയും. പിന്നെ സത്യയുഗത്തിൽ ഓരോ വർഷവും കത്തിക്കുകയില്ല.
ഇത് ഭക്തിമാർഗമാണ്. ഇപ്പോൾ രാവണന്റെ രാജ്യം സമാപ്തമാകണം. ഭക്തിമാർഗത്തിൽ രാവണനെ ഓരോ വർഷവും കത്തിക്കുന്നു, എന്നാൽ മരിക്കുന്നതേയില്ല. ഇപ്പോൾ രാവണൻ നിങ്ങളുടെ മുന്നിൽ മരിച്ചതുപോലെയാണ്. നിങ്ങൾക്കറിയാം, രാവണ രാജ്യം ഇപ്പോൾ ഇല്ലാതാകാൻ പോകുന്നു. 5 ഭൂതങ്ങളുടെ ശിരസ് മുറിക്കുന്നു. ആദ്യം കാമത്തിൻ്റെ ശിരസ് മുറിക്കുന്നു. കാമം തന്നെയാണ് മഹാശത്രു. ബാബ പറയുന്നു, ഈ 5 ഭൂതങ്ങളുടെ മേൽ വിജയം നേടുന്നതിലൂടെ തന്നെയാണ് നിങ്ങൾ വിശ്വത്തിൻ്റെ മേൽ ജയം നേടുന്നത്. മനുഷ്യർ സ്വയവും പറയുന്നു, നമ്മൾ പതീതമാണ്. അതിനാൽ പതീതരെ പാവനമാക്കുവാൻ വരൂ എന്ന് വിളിക്കുന്നു. ആത്മാവാണ് വിളിക്കുന്നത്, ഹേ പതീത പാവന, ഹേ ബാബ, തോണിക്കാര, ദയാഹൃദയനായ ബാബ വരൂ എന്ന്. ബാബ പറയുന്നു, ഞാൻ കൽപ്പകൽപ്പങ്ങളിൽ വരുന്നു. എങ്ങനെ വരുന്നു ഇതാരും അറിയുന്നില്ല. ഗീതയിലുമുണ്ട് ഭഗവാൻ വന്ന് രാജയോഗം പഠിപ്പിച്ചു എന്ന്. എന്നാൽ ഭഗവാൻ ആരാണ്, എപ്പോൾ വന്നു, ഇതാർക്കും അറിയില്ല. ഗീതയെയാണെങ്കിൽ ഖണ്ഡിച്ചിരിക്കുന്നു. കൃഷ്ണനെ ദ്വാപരയിലേക്ക് കൊണ്ടുപോയി. ദ്വാപരയ്ക്ക് ശേഷം ലോകം കൂടുതൽ പതീതമാകുന്നു. അപ്പോൾ ദ്വാപരയിൽ കൃഷ്ണൻ വന്ന് എന്താണ് ചെയ്തത്? മനുഷ്യർ ഒന്നും തന്നെ മനസ്സിലാക്കുന്നില്ല. തികച്ചും അൺറൈറ്റിയസ് ആണ്. സത്യയുഗത്തിലുള്ളത് റൈറ്റിയസ് ആണ്. നിങ്ങളിപ്പോൾ അൺറൈറ്റിയസിൽ നിന്നും റൈറ്റിയസ് ആകുന്നു. ബാബ മനസ്സിലാക്കിച്ചു തരുന്നു, നിങ്ങൾ തന്നെയാണ് സമ്പൂർണ്ണ നിർവികാരി പൂജ്യരായിരുന്നത്. നിങ്ങൾ തന്നെ ഇപ്പോൾ വികാരി പൂജാരിയായിരിക്കുന്നു. താങ്കൾ തന്നെ പൂജ്യം. ആദ്യം നിങ്ങൾ പൂജ്യരായിരുന്നു 21 ജന്മം വരെ, പിന്നെ പൂജാരിയായി. സത്യയുഗത്തിൽ 8 ജന്മം, പിന്നെ ത്രേതായിൽ 12 ജന്മം എടുക്കുന്നു. ബാബ തന്നെയാണ് പറഞ്ഞു തരുന്നത്, നിങ്ങൾ പതീതം എങ്ങനെയായി, എപ്പോൾ മുതൽ വീണു. ഈ സൃഷ്ടിയുടെ ചക്രം തിരിഞ്ഞുകൊണ്ടിരിക്കുന്നു. മുഴുവൻ വേൾഡിൻ്റെ ഹിസ്റ്ററി, ജോഗ്രഫി, ആദി മധ്യ അന്ത്യത്തിൻ്റെ രഹസ്യം കുട്ടികൾക്ക് ബാബയിരുന്ന് മനസ്സിലാക്കിച്ചു തരുന്നു. എല്ലാവരും ഏകരസമായി മനസ്സിലാക്കുകയില്ല, നമ്പർ വൈസായി തന്നെയാണ് മനസ്സിലാക്കുന്നത്. ബാബ പറയുന്നു, ഞാൻ വന്ന് കിങ്ഡം സ്ഥാപിക്കുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് സർവഗുണ സമ്പന്നം ആകണം. അതുവരെയും സത്യയുഗത്തിൽ പോകാൻ സാധിക്കില്ല. ആകേണ്ടത് ഇവിടെയാണ്. പിന്നെ ഭാവിയിൽ പോയി നിങ്ങൾ രാജ്യം ഭരിക്കും. അതിനിടയിൽ എല്ലാം വിനാശമാകും. വിനാശവും തീർച്ചയായും കാണും. നിങ്ങൾ പ്രാക്ടിക്കലിൽ തൻ്റെ പാർട്ട് അഭിനയിക്കും. ഭാവിയിൽ എന്തുണ്ടാകും എന്ന് നിങ്ങൾക്ക് അറിയാൻ കഴിയുന്നില്ല. കഴിഞ്ഞ കൽപ്പത്തിൽ എന്ത് നടന്നിട്ടുണ്ടാകുമോ അത് തന്നെ നടക്കും. നിങ്ങൾക്ക് മുഴുവനും പറഞ്ഞു തരുന്നു. സ്ഥാപനയും വിനാശവും നടക്കേണ്ടതുണ്ട്. വിനാശം എങ്ങനെ നടക്കും? അത് സംഭവിക്കുമ്പോൾ കാണും. ദിവ്യ ദൃഷ്ടിയിലൂടെ വിനാശം കണ്ടിട്ടുണ്ട്. മുന്നോട്ട് പോകുമ്പോൾ പ്രാക്ടിക്കലിലും കാണും. സ്ഥാപനയുടെയും സാക്ഷാത്കാരം ദിവ്യ ദൃഷ്ടിയിലൂടെ കണ്ടു, പ്രാക്ടിക്കലിലും കാണും. ബാക്കി കൂടുതൽ ധ്യാനത്തിലേക്ക്, ട്രാൻസിലേക്ക് പോകുന്നതും ശരിയല്ല. പിന്നെ വൈകുണ്ഠത്തിൽ പോയി ഡാൻസ് ചെയ്യുവാൻ തുടങ്ങുന്നു. ജ്ഞാനവുമില്ല, യോഗവുമില്ല, രണ്ടിൽ നിന്നും വഞ്ചിതമായി പോകുന്നു. ധ്യാനത്തിൽ പോകുന്നതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇതാണെങ്കിൽ കേവലം ഭോഗ് അർപ്പിക്കപ്പെടുന്നതാണ്. ബ്രാഹ്മണരായ നിങ്ങൾ അവിടെ പോകുന്നു. ദേവതമാരുടെയും ബ്രാഹ്മണരുടെയും സഭ കൂടുന്നു. ഇവിടെ നിങ്ങൾ പിതാവിൻ്റെ വീട്ടിലിരിക്കുന്നു. പിന്നെ നിങ്ങളെ യോഗ്യരാക്കി മാറ്റുന്നു വിഷ്ണുപുരിയിലേക്ക് പോകുന്നതിനായി. കന്യകയുടെ വിവാഹ നിശ്ചയം നടക്കുമ്പോൾ കന്യകയ്ക്ക് മനസ്സിലാക്കിച്ചു കൊടുക്കുന്നു, അമ്മായി അച്ഛൻ്റെ വീട്ടിൽ എങ്ങനെ നടക്കണം, എല്ലാവരുമായി സ്നേഹത്തോടെ നടക്കണം, വഴക്ക് കൂടരുത്. ഇതും കൃത്യമായി അങ്ങനെ തന്നെയാണ്. ബാബ പറയുന്നു, നിങ്ങൾക്ക് സർവഗുണ സമ്പന്നം ഇവിടെ ആകേണ്ടതുണ്ട്. സ്വർഗത്തിൽ ഈ അടിവഴക്കുകളൊന്നും ഉണ്ടായിരിക്കില്ല. ഇപ്പോൾ നിങ്ങൾ വിഷ്ണുപുരിയാകുന്ന ഭർതൃഗ്രഹത്തിലേക്ക് പോകുന്നു.
അവിടെ മഹാവൈഷ്ണവരാണുള്ളത്. അവരെ പോലെയുള്ള വൈഷ്ണവർ സൃഷ്ടിയിൽ ഉണ്ടായിരിക്കുകയില്ല. വൈഷ്ണവരായ ദേവതകൾ വികാരത്തിൽ പോകുന്നില്ല. വികാരം ഹിംസയാണ്. അഹിംസ പരമോ ദേവീ ദേവതാ ധർമ്മം എന്ന് പറയുന്നു. ഇപ്പോൾ നിങ്ങൾക്കറിയാം, നമ്മൾ പിതാവിൻ്റെ വീട്ടിലിരിക്കുന്നു. ഇപ്പോൾ നമുക്ക് വിഷ്ണുപുരിയിലേക്ക് പോകേണ്ടതുണ്ട്. അവിടെ വളരെയധികം സുഖമുണ്ടായിരിക്കും എന്ന് അറിയുന്നുണ്ട്. വിവാഹത്തിന് മുമ്പ് കന്യക കീറിയ വസ്ത്രം ധരിക്കുന്നു. അതിനെ വനവാസം എന്ന് പറയുന്നു. നിങ്ങളുടെ അടുക്കലും ഇപ്പോൾ എന്താണുള്ളത്? യാതൊന്നുമില്ല. ഇതാണെങ്കിൽ കല്ലും മൺകട്ടയുമാണ്. ഇവിടെ നിങ്ങൾ യാതൊരു ആഭരണമോ മറ്റോ ധരിക്കേണ്ട ആവശ്യമില്ല. എന്നാൽ പറയുന്നു, ഗൃഹസ്ഥത്തിൽ കഴിയണം. വിവാഹത്തിനോ മറ്റോ പോകേണ്ടി വരികയാണെങ്കിൽ ആഭരണവും മറ്റും അണിഞ്ഞുകൊള്ളൂ, വിലക്കില്ല. ഇല്ലെങ്കിൽ വിധവ ആഭരണം അണിയുന്നില്ല എന്ന് പറയും. ദുഷ്പേരുണ്ടാകും. അതിനാൽ ബാബ പറയുന്നു, പേരിന് കളങ്കമുണ്ടാക്കരുത്. എന്തു തന്നെ അണിഞ്ഞാലും സ്വയം ആത്മാവാണ് എന്ന് മനസ്സിലാക്കി ബാബയെ ഓർമ്മിക്കൂ. എവിടെയും പൊയ്ക്കൊള്ളൂ. ഈ മന്ത്രം ഓർമ്മ വയ്ക്കൂ. നമ്മൾ ഓർമ്മയിലിരിക്കുന്നുണ്ട് എന്ന് പരീക്ഷിക്കൂ. ഇവിടെ നമ്മൾ പോകുന്നത് ബാബയുടെ ഡയറക്ഷൻ അനുസരിച്ചാണ്. അവരോടും ബന്ധം നിറവേറ്റേണ്ടതുണ്ട്. എന്നാൽ കൈ കർമ്മം ചെയ്യുമ്പോൾ ഹൃദയം ഓർമ്മിക്കണം. അപ്പോൾ ഇവർ ശക്തിശാലിയാണ് എന്ന് മനസ്സിലാക്കും. ആഭരണവും മറ്റും ധരിച്ച് വിവാഹത്തിന് പൊയ്ക്കൊള്ളൂ, ഒരുമിച്ചിരുന്നുകൊള്ളൂ. എന്നാൽ മഹാവീരനാകണം. സന്യാസിമാരെ കുറിച്ചും കാണിച്ചിട്ടുണ്ടല്ലോ. ഗുരു വേശ്യയുടെ അടുക്കലയച്ചു, സർപ്പത്തിൻ്റെ അടുക്കലയച്ചു. ആരാണോ ധീരതയോടെ പാസായി കാണിക്കുന്നത് അവരെ മഹാവീരൻ എന്ന് പറയുന്നു. ബാബയുടെ ഓർമ്മയിലിരിക്കുമെങ്കിൽ പിന്നെ ഒരു കർമ്മേന്ദ്രിയങ്ങളിൽ നിന്നും ചഞ്ചലത ഉണ്ടാകില്ല. ബാബയെ മറന്നു എങ്കിൽ കർമ്മേന്ദ്രിയങ്ങൾ ചഞ്ചലമാകും. നിങ്ങൾ വിശ്വത്തിൻ്റെ അധികാരിയാകുന്നു. ഇത് കുറഞ്ഞ കാര്യമാണോ? സന്യാസിമാർ ഈ കാര്യങ്ങളെ തികച്ചും അറിയുന്നില്ല. ശാസ്ത്രങ്ങളിൽ കുറച്ച് കാര്യങ്ങളുണ്ട്, പക്ഷേ ഖണ്ഡിച്ചിരിക്കുന്നു. ഭഗവാൻ ഉവാച, ഞാൻ നിങ്ങളെ രാജയോഗം പഠിപ്പിക്കുന്നു. ജീവിക്കുന്നിടത്തോളം കാലം ജ്ഞാനാമൃതം കുടിച്ചുകൊണ്ടിരിക്കും, കേട്ടുകൊണ്ടിരിക്കും. രാജധാനി സ്ഥാപിതമാകും. കുട്ടികൾക്ക് ഓരോ നിമിഷവും ശിക്ഷണം നൽകപ്പെടുന്നു. ഒരു ബാബയെ ഓർമ്മിക്കൂ, ദൈവിക ലക്ഷണങ്ങൾ പഠിക്കൂ. യാതൊരു വികർമ്മവും ഉണ്ടാകരുത്. ഇത് അസുരന്മാരുടെ ജോലിയാണ്. നിങ്ങളിപ്പോൾ ദേവതയാവുകയാണ്. അപ്പോൾ ദൈവിക ഗുണങ്ങൾ ധാരണ ചെയ്യണം. ഏറ്റവും വലുതാണ് കാമത്തിൻ്റെ മുള്ള്. ശീലമായി കഴിഞ്ഞു എങ്കിൽ അടിക്കടി വീണു പോകുന്നു. മായ ചമ്മട്ടി കൊണ്ട് അടിച്ച് വീഴ്ത്തുന്നു. അതിനാൽ പാടപ്പെടുന്നു, ആശ്ചര്യപൂർവം കേൾക്കുന്നു, പറഞ്ഞു കൊടുക്കുന്നു. ഇപ്പോൾ നിങ്ങൾ ഒരു ബാബയുടേതായിരിക്കുന്നു. ഇതെല്ലാം ഈശ്വരനാൽ നൽകപ്പെട്ടതാണ് എന്ന് പറയുകയും ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾ ട്രസ്റ്റിയായി മാറുന്നു. ഇതെല്ലാം ആ ഒന്നിൻ്റേതാണ്. നമുക്ക് ആ ഒന്നിൻ്റെ ശ്രീമത്തനുസരിച്ച് നടക്കേണ്ടതുണ്ട്. ബാബയും നോക്കുന്നു, എന്നിൽ എല്ലാം അർപ്പിച്ച് എങ്ങനെയാണ് എൻ്റെ ശ്രീമത്തനുസരിച്ച് നടക്കുന്നത്. ഏതെങ്കിലും തലകീഴായ ചിലവ് ചെയ്ത് പാവാത്മാക്കൾക്ക് നൽകുന്നില്ലല്ലോ. തുടക്കത്തിൽ ഈ ബ്രഹ്മാവും ട്രസ്റ്റിയായി കാണിച്ചു തന്നുവല്ലോ. സർവ്വതും ഈശ്വരാർപ്പണം ചെയ്ത് സ്വയം ട്രസ്റ്റിയായി മാറി. ആർക്കും യാതൊന്നും നൽകിയില്ല. ഈശ്വരാർത്ഥം ചെയ്തപ്പോൾ ഈശ്വരൻ്റെ കാര്യത്തിൽ തന്നെ ഉപയോഗിക്കപ്പെടണം. ശരീര നിർവഹണവും നടന്നിരുന്നുവല്ലോ. എന്തെല്ലാം ഉണ്ടായിരുന്നോ എല്ലാം സർവീസിൽ ഉപയോഗിച്ചു. ഇത് കണ്ട് പിന്നെ മറ്റുള്ളവരും ഇങ്ങനെ ചെയ്തു. ഭട്ടി ഉണ്ടായി. ഭട്ടി ഉണ്ടായിട്ടില്ലായിരുന്നു എങ്കിൽ ഇത്രയും കുട്ടികൾ സർവീസിന് വേണ്ടി എങ്ങനെ സമർത്ഥമാകുമായിരുന്നു? പാകിസ്ഥാനിൽ വെച്ച് പഠിച്ചു, പിന്നെ ഇവിടെ വന്ന് പഠിച്ചു. മനസ്സിലാക്കിച്ചു കൊടുക്കുവാൻ യോഗ്യമാകുമ്പോൾ പുറത്തേക്കിറങ്ങണം.
ഇപ്പോഴാണെങ്കിൽ നോക്കൂ, എത്ര എക്സിബിഷനും മറ്റും നടത്തിക്കൊണ്ടിരിക്കുന്നു. വലിയ വ്യക്തികൾക്ക് ക്ഷണം നൽകുന്നു. ഈ ജ്ഞാനയജ്ഞത്തിൽ വിഘ്നങ്ങളും അനേകം പ്രകാരത്തിൽ ഉണ്ടാകും. വിഘ്നങ്ങളെ ഭയപ്പെടരുത്. അബലകളുടെ മേൽ എത്ര അത്യാചാരം നടക്കുന്നു. ബാബ പറയുന്നു, യോഗബലത്തിലിരുന്ന് അവർക്ക് മനസ്സിലാക്കിച്ചു കൊടുക്കൂ. ഭഗവാനാകുന്ന ബാബയുടെ കുട്ടിയായിട്ടും പിന്നെ ബാബയെ മറന്നു പോകുന്നു, മായയുടേതായി മാറുന്നു. ഇതും ജയപരാജയത്തിൻ്റെ മല്ലയുദ്ധമാണ്. എന്നാൽ ബോക്സിംഗ് പോലെയാണ്. മായ ഇടിക്കുന്നു, അപ്പോൾ വീണു പോകുന്നു. ബാബ പറയുന്നു, മായയോട് ഒരിക്കലും തോൽക്കരുത്. പവിത്രമായിരിക്കുമെങ്കിൽ വിശ്വത്തിൻ്റെ അധികാരിയാകും. എത്ര വലിയ പ്രാപ്തിയാണ്! അഥവാ പൂർണ്ണമായും പുരുഷാർത്ഥം ചെയ്യുകയില്ല എങ്കിൽ പോയി ദാസദാസിയാകും. രാജധാനി മുഴുവനും ഇവിടെ തന്നെയാണ് സ്ഥാപിതമായി കൊണ്ടിരിക്കുന്നത്. ശരി, മധുരമായ സിഖിലതെ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണകൾ. ഗുഡ് മോർണിംഗ്. ആത്മീയ അച്ഛൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്തേ. ധാരണയ്ക്കുള്ള മുഖ്യസാരം: ജീവിക്കുന്നിടത്തോളം കാലം ജ്ഞാനാമൃതം കുടിച്ചുകൊണ്ടിരിക്കണം. മഹാവീരനായി മായയുടെ ബോക്സിംഗിൽ വിജയിയാകണം. സർവരോടുമൊപ്പം ബന്ധം നിറവേറ്റിക്കൊണ്ടും ഹൃദയം ഒരു ബാബയിൽ വെക്കണം. വിഘ്നങ്ങളെ ഭയപ്പെടരുത്. സർവീസിൽ തൻ്റെ സർവ്വതും സഫലമാക്കണം. ഈശ്വരാർപ്പണം ചെയ്ത് ട്രസ്റ്റിയായി കഴിയണം. ഒരിക്കലും തലകീഴായ കാര്യത്തിൽ വിനിയോഗിക്കരുത്. വരദാനം: തൻ്റെ സമ്പൂർണ്ണ സ്വരൂപത്തിൻ്റെ ആഹ്വാനത്തിലൂടെ ആവാഗമനത്തിൻ്റെ ചക്രത്തിൽ നിന്നും മുക്തമാകുന്ന ലക്കി നക്ഷത്രമായി ഭവിക്കട്ടെ. ഇപ്പോൾ തൻ്റെ സമ്പൂർണ്ണ സ്ഥിതി അഥവാ സമ്പൂർണ്ണ സ്വരൂപത്തെ ആഹ്വാനം ചെയ്യൂ. അപ്പോൾ ആ സ്വരൂപം സദാ സ്മൃതിയിൽ നിലനിൽക്കും. പിന്നെ ഇടയ്ക്ക് ഉയർന്ന സ്ഥിതിയിലേക്കും ഇടയ്ക്ക് താഴ്ന്ന സ്ഥിതിയിലേക്കും വരികയും പോവുകയും ചെയ്യുന്നതിൻ്റെ അഥവാ ആവാഗമനത്തിൻ്റെ ഏതൊരു ചക്രമാണോ നടക്കുന്നത്, വീണ്ടും വീണ്ടും സ്മൃതിയുടെയും വിസ്മൃതിയുടെയും ചക്രത്തിൽ വരുന്നത്, ഈ ചക്രത്തിൽ നിന്നും മുക്തമാകും. അവർ ലോകത്തുള്ളവർ ജനന മരണ ചക്രത്തിൽ നിന്നും മോചിതരാകാൻ ആഗ്രഹിക്കുന്നു. താങ്കൾ വ്യർത്ഥമായ കാര്യങ്ങളിൽ നിന്നും മുക്തമായി തിളങ്ങുന്ന ലക്കി നക്ഷത്രങ്ങളായി മാറുന്നു. സ്ലോഗൻ: ഏതെങ്കിലും വിഘ്നത്തിന് വശപ്പെടുക എന്നാൽ ഡയമണ്ടിൻ്റെ മേൽ അടയാളം വീഴ്ത്തുക എന്നർത്ഥം. അവ്യക്ത സൂചന: അപവിത്രതയുടെ ബീജത്തെ പോലും സമാപ്തമാക്കി സമ്പൂർണ്ണ സ്വച്ഛം അഥവാ പവിത്രമാകൂ. ഏതുപോലെ താങ്കളുടെ ആദി സ്വരൂപം പവിത്ര ദേവതയാണ്, അതേപോലെ ഈ അന്തിമ ജന്മവും പവിത്ര ബ്രാഹ്മണ ജീവിതമാണ്. ഈ സ്മൃതിയുടെ ആധാരത്തിൽ പവിത്ര ജീവിതം അതിസഹജമായി അനുഭവിക്കൂ. പവിത്രമാകൂ, യോഗിയാകൂ. ഈ മഹാമന്ത്രം സർവപ്രാപ്തികളുടെയും താക്കോലാണ്. അഥവാ പവിത്രത ഇല്ലെങ്കിൽ, യോഗി ജീവിതം ഇല്ലെങ്കിൽ, അധികാരിയായിട്ടും അധികാരത്തിൻ്റെ അനുഭൂതി ചെയ്യാൻ സാധിക്കില്ല. ഈ മഹാമന്ത്രം തന്നെയാണ് സർവ ഖജനാവുകളുടെയും അനുഭൂതിയുടെ താക്കോൽ. ഓം ശാന്തി. ഞാൻ ആത്മാവ് ഒരു തിളങ്ങുന്ന നക്ഷത്രമായി ഭൃഗുടിയാകുന്ന സിംഹാസനത്തിൽ സ്ഥിതി ചെയ്യുന്നു. ഞാൻ ശാന്തമാണ്. പീസ് ഹൗസാണ്.
ശാന്തിയുടെ സ്വരൂപമാണ്. എന്നിൽ നിന്നും നാനാഭാഗത്തേക്കും ശാന്തിയുടെ വൈബ്രേഷൻസ് വ്യാപിക്കുകയാണ്. പരമധാമത്തിൽ ശാന്തിയുടെ സാഗരമായ പരമജ്യോതിസായ ശിവബാബയിൽ നിന്നും ശാന്തിയുടെ അനന്ത കിരണങ്ങൾ നാനാഭാഗത്തും വ്യാപിച്ചുകൊണ്ടിരിക്കുന്നു. ശാന്തിയുടെ ആ കിരണങ്ങൾ ഇപ്പോൾ താഴേക്ക് വരികയാണ്. എന്നിൽ ഉൾക്കൊള്ളപ്പെടുകയാണ്. പരമാത്മാ ശാന്തി എന്നിൽ നിറഞ്ഞ് നാനാഭാഗത്തേക്കും വ്യാപിക്കുകയാണ്. മുഴുവൻ വിശ്വത്തിലും ശാന്തിയുടെ ഈ തരംഗങ്ങൾ എത്തിച്ചേരുകയാണ്. മുഴുവൻ വിശ്വത്തിലും അനേകം ആത്മാക്കൾ അനേകം കാരണങ്ങളാൽ അശാന്തിയുടെ ജ്വാലയിൽ എരിഞ്ഞുകൊണ്ടിരിക്കുന്നു. പരമാത്മാ ശാന്തിയുടെ ഈ തരംഗങ്ങൾ ശീതളമായ വൈബ്രേഷൻസ് 4 ഭാഗത്തും വ്യാപിച്ച് ആ ആത്മാക്കളുടെ ചിത്തത്തിലെ അശാന്തിയുടെ അഗ്നിയെ അണയ്ക്കുന്നു. ആ സർവ ആത്മാക്കളുടെയും മനസ്സ് ശാന്തമായി കൊണ്ടിരിക്കുന്നു. പരമാത്മാ ശാന്തി എന്നിൽ നിറഞ്ഞ് 4 ഭാഗത്തും വ്യാപിച്ചുകൊണ്ടിരിക്കുന്നു. മുഴുവൻ വിശ്വത്തിലും ഡീപ് സൈലൻസ് രചിക്കപ്പെടുന്നു. ഞാൻ ശാന്തിയുടെ ഫരിഷ്തയാണ്. സൂക്ഷ്മലോകത്തിലേക്ക് ഞാൻ എത്തിച്ചേരുന്നു. ഞാൻ ബാപ് ദാദയുടെ കൂടെയാണ്.
ബാബയുടെ മസ്തകത്തിൽ നിന്നും ശാന്തിയുടെ അനന്ത കിരണങ്ങൾ താഴെ ലോകത്തിൽ വ്യാപിക്കുന്നു. ശാന്തിയുടെ സാഗരത്തിൻ്റെ ശാന്തിയുടെ സമ്പൂർണ്ണ പ്രവാഹം വിശ്വത്തിലെ മുഴുവൻ ആത്മാക്കളിലും എത്തിച്ചേരുന്നു. ഞാനും ബാബയുടെ കൂടെ പീസ് ഹൗസായി സ്ഥിതി ചെയ്യുന്നു. ഞാൻ ശാന്തിയുടെ ഫരിഷ്തയാണ്. എൻ്റെ മസ്തകത്തിൽ നിന്നും എൻ്റെ നയനങ്ങളിൽ നിന്നും ശാന്തിയുടെ കിരണങ്ങൾ മുഴുവൻ ലോകത്തിലും വ്യാപിക്കുകയാണ്. സൂക്ഷ്മ ലോകത്തിൽ നിന്നും ബാബ് ദാദയോടൊപ്പം ഞാനും ശാന്തിയുടെ വൈബ്രേഷൻസ് മുഴുവൻ വിശ്വത്തിലേക്കും വ്യാപിപ്പിക്കുന്നു. ലോകത്തിലെ അനേകം ആത്മാക്കൾ ശാന്തിയുടെ അനുഭവം നേടി ശാന്തിയുടെ സാഗരമായ ബാബയിലേക്ക് ആകർഷിതരാകുന്നു. ഇപ്പോൾ ഞാൻ തിളങ്ങുന്ന മണിയായ ആത്മാവ് സൂക്ഷ്മ ദേഹത്തിൽ നിന്നും വേർപെട്ട് ശാന്തിധാമം ആകുന്ന എൻ്റെ ആത്മഗ്രഹത്തിലേക്ക് സഞ്ചരിക്കുന്നു. ഞാൻ ശാന്തിധാമത്തിലാണ്. ഇവിടെ 4 ഭാഗത്തും അസീമമായ ശാന്തിയാണ്.
എൻ്റെ ചിത്തം സമ്പൂർണ്ണ ശാന്തിയിൽ സ്ഥിതി ചെയ്യുന്നു. എൻ്റെ മുന്നിൽ ശാന്തിയുടെ സാഗരത്തെ ഞാൻ ദർശിക്കുന്നു. ശാന്തി സാഗരത്തിൽ നിന്നും ശാന്തിയുടെ അനന്ത കിരണങ്ങൾ താഴെ മുഴുവൻ ലോകത്തിലേക്കും വ്യാപിക്കുകയാണ്. ഞാൻ ആത്മാവ് മാസ്റ്റർ ശാന്തി സാഗരമാണ്. ശാന്തി സാഗരമായ ബാബയോടൊപ്പം മുഴുവൻ വിശ്വത്തിലേക്കും ശാന്തിയുടെ വൈബ്രേഷൻസ് വ്യാപിപ്പിക്കുകയാണ്. ശാന്തിയുടെ ഈ വൈബ്രേഷൻസ് സർവ ആത്മാക്കളെയും ശാന്തമാക്കിക്കൊണ്ടിരിക്കുന്നു. ലോകത്തിൽ നിന്നും അശാന്തി മാഞ്ഞു പോവുകയാണ്. ശാന്തിയുടെ തരംഗങ്ങൾ പ്രാപ്തമാക്കി എല്ലാ ആത്മാക്കളുടെയും ചിത്തം ശാന്തമാകുന്നു. അന്തരീക്ഷം മുഴുവൻ ശാന്തിയുടെ തരംഗങ്ങൾ നിറഞ്ഞ് സമ്പൂർണ്ണ ശാന്തമാകുന്നു. ഞാനും ശാന്തി സാഗരവുമായി കമ്പൈൻഡ് ആയിരിക്കുന്നു. എന്നിലും സമ്പൂർണ്ണ ഈശ്വരീയ ശാന്തിയുടെ നിറവ് ഞാൻ അനുഭവിക്കുന്നു. പരമാത്മാ ശാന്തിയാൽ നിറഞ്ഞിരിക്കുന്ന ഞാൻ ആത്മാവ് താഴേക്ക് വരുന്നു. സൂക്ഷ്മ ലോകത്തിലേക്ക് എൻ്റെ സൂക്ഷ്മ ശരീരത്തിൽ ഞാൻ പ്രവേശിക്കുന്നു. ഞാൻ ശാന്തിയുടെ ഫരിഷ്തയാണ്. എന്നിൽ നിന്നും നാനാഭാഗത്തേക്കും ശാന്തിയുടെ
പ്രകാശം വ്യാപിച്ചുകൊണ്ടിരിക്കുന്നു. ശാന്തിയുടെ ഫരിഷ്തയായ ഞാൻ ശാന്തിയുടെ പ്രകാശം നാനാഭാഗത്തും വ്യാപിപ്പിച്ചുകൊണ്ട് താഴേക്ക് വരുന്നു. ആകാശം മുഴുവൻ ശാന്തിയുടെ തരംഗങ്ങളാൽ നിറയുന്നു. മുഴുവൻ പ്രകൃതിയും ശാന്തിയുടെ കിരണങ്ങൾ ഉൾക്കൊള്ളുകയാണ്. ഫരിഷ്തയായ ഞാൻ എൻ്റെ സ്ഥൂല ദേഹത്തിലേക്ക് പ്രവേശിക്കുന്നു. ഞാൻ ശാന്തിയുടെ ഫരിഷ്തയായി ദേഹത്തിൽ സ്ഥിതി ചെയ്യുമ്പോൾ ദേഹം മുഴുവൻ ശാന്തിയുടെ പ്രകാശ കിരണങ്ങൾ വ്യാപിച്ച് സർവ കർമ്മേന്ദ്രിയങ്ങളും സമ്പൂർണ്ണ ശീതളവും ശാന്തവും ആകുന്നു. ശരീരത്തിലെ ഓരോ കോശങ്ങളിലും ഈശ്വരീയ ശാന്തി നിറയുന്നു. എൻ്റെ ശരീരവും മനസ്സും ശാന്തിയുടെ ശക്തിയാൽ സമ്പന്നം ആയിരിക്കുന്നു.